നമസ്തേ. ഇന്ന് കർക്കിടകം 29, വിഭീഷണന്റെ ശരണപ്രാപ്തി, സേതുബന്ധനം എന്നീ ഭാഗങ്ങളാണ് യുദ്ധകാണ്ഡത്തിൽ നിന്നും പാരായണം ചെയ്യുന്നത്. ഭക്തോത്തമനായ വിഭീഷണൻ തൻ്റെ ജ്യേഷ്ഠനായ രാവണന്റെ വാക്കുകളെ അനുഷ്ഠിക്കാനാകില്ല എന്ന് മനസ്സിലാക്കി തനിക്കിനി ശ്രീരാമചന്ദ്രന്റെ പാദകമലങ്ങളില്ലാതെ വേറെ ആശ്രയമില്ലെന്ന് മനസ്സിലുറപ്പിച്ചു. ഇങ്ങനെ തീരുമാനിച്ചുറച്ച വിഭീഷണൻ ശ്രീരാമപാദങ്ങളെ ഏകാഗ്രതയോടെ ധ്യാനിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജ്യേഷ്ഠന്റെ പാദങ്ങൾ തൊട്ടുവണങ്ങി തൻ്റെ തീരുമാനം ജ്യേഷ്ഠനോടറിയിച്ചു. കുപിതനായ രാവണൻ അനുജനായ വിഭീഷണനാണ് തൻ്റെ ആപത്തിന് കാരണമാകാൻ പോകുന്നതെന്നും അതിനാൽ രാമനെ സേവിച്ചുകൊണ്ട് ശിഷ്ടകാലം കഴിഞ്ഞുകൊള്ളൂ എന്നും ഇനിയും തൻ്റെ മുൻപിൽ വന്നാൽ ചന്ദ്രഹാസത്തിനിരയാകുമെന്നും പറയുന്നു. ഇത് കേട്ട വിഭീഷണൻ പറയുന്നത് ഇപ്രകാരമാണ്: അങ്ങ് എനിക്ക് പിതൃതുല്യനാണ്. അങ്ങയുടെ നിയോഗങ്ങൾ അനുഷ്ഠിക്കുന്നത് എനിക്ക് സുഖകരമാണ്. എന്നാൽ അങ്ങയുടെ പാപങ്ങളിൽ ഞാൻ പങ്കുചേരുമ്പോൾ എൻ്റെ ധർമ്മബോധത്തെ ഞാൻ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാകുന്നു. അങ്ങയെ ഞാൻ തിരുത്താൻ ശ്രമിച്ചുവെങ്കിലും തന്നിലുള്ള അഹന്തയിൽ അതൊന്നും ധർമ്മമായി അങ്ങേക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഞാൻ മൂലം അങ്ങയ്ക്ക് സങ്കടമൊന്നും ഉണ്ടാകരുത്. അതിനാൽ തന്നെ ഞാനിതാ പോകുകയായി. പുത്രന്മാർ, മിത്രങ്ങൾ, ഭാര്യ, സമ്പത്ത് എല്ലാമായി അങ്ങിവിടെ സുഖിച്ചു വസിച്ചാലും. ബ്രഹ്മദേവന്റെ അപേക്ഷയനുസരിച്ച് മഹാവിഷ്ണു രാവണനെ വധിക്കാനായി ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു. രാക്ഷസ വംശം വേരറ്റു പോകുന്നതിനു മുൻപ് ഞാനിതാ ശ്രീരാമദേവനെ ശരണം പ്രാപിക്കുന്നു. ഇപ്രകാരം തൻ്റെ ധർമ്മത്തിൽ ഉറച്ച വിശ്വാസമർപ്പിച്ചുകൊണ്ട് വിഭീഷണൻ രാവണന്റെ കൊട്ടാരത്തിൽ നിന്നും സർവ്വസുഖ സൗകര്യങ്ങളും പദവികളും ഉപേക്ഷിച്ച് ശ്രീരാമദേവനെ ശരണം പ്രാപിക്കുന്നു. ശ്രീരാമപത്നി സീതാദേവിയെ രാവണനിൽ നിന്നും മുക്തയാക്കാൻ ശ്രീരാമാദികൾക്ക് വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു. അനന്തരം സൂര്യകുലജാതനായ ശ്രീരാമദേവൻ സുഗ്രീവാദികളായ വാനരന്മാരോടും രാക്ഷസശ്രേഷ്ഠനായ വിഭീഷണനോടും ലക്ഷ്മണനോടും ചേർന്ന് വരുണദേവന്റെ അനുഗ്രഹത്താൽ സേതു ബന്ധിച്ച് കടൽ കടക്കുന്നു. ഇതാണ് ഈ കഥാസന്ദർഭം. നമുക്ക് പാരായണം ആരംഭിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. രാവണൻ തന്നിയോഗേന വിഭീഷണൻ ദേവദേവേശ പാദാബ്ജസേവാർത്ഥമായി ശോകം വിനാ നാലമാത്യരുമായുടൻ ആകാശമാർഗേ ഗമിച്ചാനതിദ്രുതം. ശ്രീരാമദേവനിരുന്നരുളുന്നതിന്നേരെ മുകളിൽ നിന്നുച്ചൈസ്തരമവൻ വ്യക്തവർണ്ണേന ചൊല്ലിടിനാനെത്രയും ഭക്തിവിനയ വിശുദ്ധമതിസ്ഫുടം. രാമ രാമ രമണ ത്രിലോകീപതേ സ്വാമിൻ ജയ ജയ നാഥ ജയ ജയ. രാജീവനേത്ര മുകുന്ദ ജയ ജയ. രാജശിഖാമണേ സീതാപതേ ജയ. രാവണൻ തന്നുടെ സോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിടകൊണ്ടേൻ ദയാനിധേ. ആംനായ മൂർത്തേ രഘുപതേ ശ്രീപതേ നാംനാ വിഭീഷണൻ ത്വൽഭക്തസേവകൻ
ആംനായ മൂർത്തേ രഘുപതേ ശ്രീപതേ നാംനാ വിഭീഷണൻ ത്വൽഭക്തസേവകൻ. അന്നേരമുദ്ധായ വന്ദിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണനുത്തമനെത്രയും വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നിന്നുടെ മതം. നക്തഞ്ചരാന്വയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളേവരുമെന്നു വന്നിടുമോ? നല്ലവരുണ്ടാം അവരിലുമെന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ. യുദ്ധം പലരും പലവിധം ചൊന്നവ ചിത്തേ ധരിച്ചരുൾ ചെയ്തു രഘുപതി. എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാനെന്നും അഭയം കൊടുക്കുമതിദ്രുതം. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ നൂനമെന്നറിക നീ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ. ശ്രീരാമപാദാന്തികേ വീണു സാഷ്ടാംഗം ആരൂഢമാമോദം നമസ്കരിച്ചിടിനാൻ. രാമം വിശാലാക്ഷമിന്ദീവരദളം ശ്യാമളം കോമളം ബാണധനുർധരം സോമബിംബാഭരപ്രസന്നമുഖാംബുജം കാമദം കാമോപമം കമലാവരം കാന്തം കരുണാകരം കമലേക്ഷണം ശാന്തം ശരണ്യം വരണ്യം വരപ്രദം ലക്ഷ്മണ സംയുതം സുഗ്രീവമാരുതി മുഖ്യകപികുലസേവിതം രാഘവം കണ്ടു കൂപ്പിത്തൊഴുതേറ്റം വിനീതനായുണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതിച്ചിടിനാൾ. ഭക്തിപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതിച്ചിടിനാൻ. തത്കാലമർക്കകുലോദ്ഭവൻ രാഘവനർക്കാത്മജാതി കപിവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. എന്തുപായം സമുദ്രം കടപ്പാനെന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ. ദേവപ്രവരനായോരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്ദിതു തോന്നിയതങ്ങനെ തന്നെ എന്നർണവതീരെ കിഴക്കു നോക്കി തൊഴുതർന്നോ ജലോചനാകിയ രാഘവൻ. ദർഭ വിരിച്ചു നമസ്കരിച്ചിടിനാൻ അദ്ഭുത വിക്രമൻ ഭക്തി പൂണ്ടെത്രയും. മൂന്നഹോരാത്രമുപാസിച്ചതിങ്ങനെ മൂന്നു ലോകത്തിനും നാഥനാമീശ്വരൻ. ഏതുമിളകീല വാരിധിയുമതിക്രോധേന രക്താന്തനേത്രനാം നാഥനും കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം. ഇന്നു പെരുവഴി നീളുന്നതില്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. മുന്നം മതി അപൂർവന്മാർ വളർത്തതും ഇന്നു ഞാനെല്ലാതെയാക്കുവൻ നിർണയം. സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകുലമെന്നിയേ വാഴുകിലെന്നുമേ
നഷ്ടമാക്കിടുവൻ വെള്ളം കപികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശിലീമുഖ വിക്രമം. ഇത്തം രഘുവരൻ വാക്കു കേട്ടന്നേരം പൃഥ്വീരുഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിതു. മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ധിയും ക്ഷോഭിച്ചു വിട്ടാൽ കവിഞ്ഞു വന്നു തുംഗമായ തരംഗാവലിയോടും. ത്രസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്നത്യുഗ്രനക്രതിമിഞ്ചാദ്യങ്ങളും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ സമ്പന്നനായി പത്തു ദിക്കും നിറഞ്ഞോരു കാന്ത്യ നിജഹസ്തങ്ങളിൽ പരിഗൃഹ്യ രത്നങ്ങളും വിത്രസ്തനായി രാമപാദാന്തികേ വച്ചു സത്രപം ദണ്ഡ നമസ്കാരവും ചെയ്തു. രക്താന്തലോചനാകിയ രാമനെ ഭക്ത്യാ വണങ്ങി സ്തുതിച്ചാൻ പലതരം. യുദ്ധം വണങ്ങി സ്തുതിച്ച വരുണനോടുത്തമ പുരുഷൻ താനുമരുൾ ചെയ്തു. ബാണം മദീയമമോഘമതിന്നിഹ വേണമൊരു ലക്ഷ്യമെന്തെന്നതിനുള്ളതും വാട്ടമില്ലാതൊരു ലക്ഷ്യമതിന്നു നീ കാട്ടിത്തരേണമെനിക്കു വാരാനിധേ. അർണവനാഥനും ചൊല്ലിനാനന്നേരം അന്യൂന കാരുണ്യ സിന്ധോ ജഗത്പദേ. ഉത്തരസ്യാം ദിശി മത്തീരഭൂതലേ ചിത്രദ്രുമകുല്യദേശം സുഭിക്ഷദം. തത്ര പാപാത്മാക്കളുണ്ടു നിശാചരരെത്രയും പാരമുപദ്രവിച്ചിടുവോർ. വേഗാലവിടേക്കയക്ക ബാണം തവ ലോകോപകാരമാമതു നിർണയം. രാമനും ബാണമയച്ചാനതു നേരമാമയം തേടിയിടുമാഭീരമണ്ഡലം. എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നു മെല്ലവേ തൂണീരവും പൊക്കിതാദരാൽ. ആഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തത്പ്രദേശം. തഥാ തത്കുലദേശവും അന്നു തൊട്ടെത്രയും മുഖ്യജനപദമായി വന്നിതിപ്പോഴും. സാഗരം ചൊല്ലിനാൻ സാദരമന്നേരം ആകുലമെന്നിയെ മജ്ജലേ സത്വരം. സേതുബന്ധിക്ക നളനാം കപിവരനേതുമവനൊരു ദണ്ഡമുണ്ടായി വരാ. സേതുബന്ധിക്ക നളനാം കപിവരനേതുമവനൊരു ദണ്ഡമുണ്ടായി വരാ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ